ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതെൻ്റെ നെവ്വിയാണ്. അവൻ്റെ പേര് പ്രണവ് എന്നാണ്. ഞങ്ങളെല്ലാവരും മോനൂട്ടൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇന്ന് അവൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവന് വേണ്ടി ഞാനൊരു കേക്ക് സെറ്റ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ വലിയ ചെക്കനൊക്കെ ആയി, ഫിഫ്ത്തിലൊക്കെ ആയി. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു കേക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. ആദ്യം തന്നെ 1 കപ്പ് മൈദയാണ് വേണ്ടത് 1 കിലോ കേക്കിന് വേണ്ടി. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ നമ്മൾ ഇടണം. ഇതിലേക്ക് 1 നുള്ള് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് അരിച്ചെടുക്കണം. ഒരു 3 പ്രാവശ്യമെങ്കിലും നമുക്ക് അരിച്ചെടുക്കണം. എന്നിട്ടത് മാറ്റി വെക്കണം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് 4 എഗ്സ് ആണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് നമ്മൾ ഒഴിക്കുന്നത്. ഇനി നമുക്കത് ബീറ്റ് ചെയ്യാം. അത് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ബീറ്റ് ചെയ്യുന്ന സമയത്ത് 1 കപ്പ് ഐസിങ് ഷുഗർ എടുത്ത് മാറ്റി വെക്കണം നമ്മൾ. ഇത് കുറച്ചായിട്ട് അതിലേക്ക് ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. നല്ല പതച്ചെടുക്കണം. ഇനി നമുക്ക് ഓയിൽ ആഡ് ചെയ്യാം. ഏകദേശം 2 ടേബിൾ സ്പൂൺ ഓയിലാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. സൺഫ്ലവർ ഓയിലായിരിക്കും നല്ലത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഇടഞ്ഞ് മാറ്റി വെച്ചിരുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ കുറച്ചായിട്ട് ചേർക്കണം. നമ്മളിത് ചേർക്കുന്നതനുസരിച്ച് ബാറ്റർ കട്ടിയായി വരും. പക്ഷേ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലായിടത്തും നന്നായിട്ട് മിക്സ് ചെയ്ത് അത് ഏകദേശം ഇതേ രൂപത്തിലാവുമ്പം നമ്മൾ മോൾഡിലേക്ക് ഒഴിച്ചു വെക്കണം. മിക്സ് മൊത്തം നമ്മൾ ഒഴിച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് ബേക്ക് ചെയ്യാം. ഏകദേശം 30 മിനിറ്റ്സ് ബേക്ക് ചെയ്യുമ്പോഴത്തേക്കിന് അടിപൊളി കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാൻ വെക്കാം. ഇനി തണുത്ത കേക്ക് നമുക്ക് ഇളക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു കത്തി കൊണ്ട് ഞാൻ സൈഡെല്ലാം ഇങ്ങനെ ഇളക്കിയെടുക്കുകയാണ്. അങ്ങനെ നമ്മൾ കേക്ക് ഇളക്കിയെടുത്ത് ഗൈസ്. പിന്നെ അതിൻ്റെ ബാക്കിലുള്ള ബട്ടർ പേപ്പർ നമുക്ക് റിമൂവ് ചെയ്യാം. കണ്ടോ, നല്ല അടിപൊളി കേക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മുറിച്ചെടുക്കണം. അത് 3 ലെയറായിട്ട് മുറിച്ചെടുക്കണം. അപ്പോൾ ഞാനിങ്ങനെ കത്തി കൊണ്ട് അതിങ്ങനെ കറക്റ്റ് രീതിയിൽ മുറിച്ചെടുക്കുകയാണ്. ഇങ്ങനെ ജസ്റ്റ് നമ്മളൊന്ന് റൊട്ടേറ്റ് ചെയ്യണം. അപ്പം കറക്റ്റ് അളവിലത് മുറിച്ച് കിട്ടും. അങ്ങനെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ആദ്യത്തെ ലെയർ കിട്ടിയിട്ടുണ്ട്. ഇനി 2 ലെയറും കൂടെ വേണം. അപ്പോൾ നമുക്കൊന്നും കൂടെ മുറിക്കാം. അങ്ങനെ 3 ലെയേഴ്സും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീമൊക്കെ സെറ്റ് ചെയ്യാം. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ്. അത് 1 കപ്പ് തന്നെ എടുക്കണം. എടുത്ത വിപ്പിംഗ് ക്രീം ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ച് വെച്ചു. ഇനി ഇതിലേക്ക് വാനില എസൻസ് വേണം. അപ്പോൾ അത് ഒരു ടീസ്പൂണാണ് വാനില എസൻസ് എടുക്കേണ്ടത്. അപ്പോൾ അതും ഞാൻ ആ ബൗളിലേക്ക് തന്നെ ഒഴിച്ചു. ഇനി ഇതിലേക്ക് 2-3 ടീസ്പൂൺ ഐസിങ് ഷുഗർ നമുക്കിടാം. എന്നിട്ട് നമുക്ക് ബീറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ക്രീം ഒന്ന് സെറ്റാകുന്നത് ഞാൻ കാണിച്ചു തരാം. അതെങ്ങനെയാണ് സെറ്റാകുന്നത്. അതുവരെ നമുക്ക് ബീറ്റ് ചെയ്യണം. നമ്മളുടെ ക്രീമൊക്കെ സെറ്റായി വരുന്നുണ്ട്. ഇനി കറക്റ്റ് സെറ്റാകുന്നത് എപ്പോഴാണെന്ന് ഞാൻ കാണിച്ചു തരാം. കുറച്ച് നമ്മൾ ക്രീം എടുക്കുക. എന്നിട്ട് നമ്മൾ താഴോട്ട് വെക്കണം. അപ്പോൾ ക്രീം താഴോട്ട് പോയില്ലെങ്കിൽ ഇതാണ് അതിൻ്റെ കറക്റ്റ് പെർഫെക്ഷൻ. അപ്പോൾ നമുക്ക് നമ്മളുടെ കേക്ക് സെറ്റ് ചെയ്ത് തുടങ്ങാം. ആദ്യം നമ്മളുടെ കേക്കിൻ്റെ ബേസ് വെച്ചു. അപ്പോൾ നമ്മളുടെ ക്രീം റെഡിയാണ്. കേക്ക് പീസസ് റെഡിയാണ്. ഇനിയുള്ളത് നമ്മളുടെ ബേസ് നമ്മൾ വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഓരോ പീസ് നമുക്ക് എങ്ങനെയാണ് വെക്കുന്നത് കാണിച്ചു തരാം. ആദ്യം കുറച്ച് ക്രീം എടുത്ത് ആ ബേസിലോട്ട് വെക്കണം. എന്തിനാണെന്ന് ചോദിച്ചാൽ കേക്ക് ഫിക്സായിട്ട് അവിടെ ഇരിക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ആദ്യത്തെ ലെയർ ഫിക്സ് ചെയ്യാം. അത് ആ ബേസിലേക്ക് നന്നായിട്ട് വെക്കണം. അത് കഴിഞ്ഞ് പഞ്ചസാര പാനി എല്ലായിടത്തും നന്നായിട്ട് സ്പ്രെഡ് ചെയ്യണം. ഇത് കേക്കിൻ്റെ എല്ലാ ഭാഗത്തും എത്തണം. എന്നാലേ കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിൻ്റെ മേലിലേക്ക് കുറച്ച് ക്രീം എടുത്തിട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്യണം. നന്നായിട്ട് സ്പ്രെഡ് ചെയ്യണം. അതായത് ഒരു ലെയറായിട്ടാണ് നമ്മൾ സ്പ്രെഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ മേലിലേക്കാണ് അടുത്ത കേക്ക് പീസ് നമുക്ക് വെക്കേണ്ടത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത കേക്ക് പീസ് വെച്ചു. അപ്പോൾ ഇത് തന്നെയാണ് ഇതിൻ്റെ പ്രോസസ്സ്. എത്ര പീസ് ഉണ്ടോ അത്രയും പീസ് ഇങ്ങനെ തന്നെയാണ് വെക്കേണ്ടത്. ആദ്യം കേക്ക് പീസ് വെക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പഞ്ചസാര പാനി സ്പ്രെഡ് ചെയ്യണം. അത് കഴിഞ്ഞ് വിപ്പിംഗ് ക്രീം വെക്കണം. ഇത് തന്നെയാണ് പ്രോസസ്സ്. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ക്രം കോട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് നേരത്തേക്ക് നമുക്ക് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കാം, ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടി. ഞാൻ വീണ്ടും കേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ കട്ട് ചെയ്യണം. ഇതൊരു സ്പെഷ്യൽ കേക്കാണല്ലോ. നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ ഒരു കാറ് ഇങ്ങനെ കയറ്റത്തിലോട്ട് കയറി പോകുന്നതല്ലേ കണ്ടത്. അപ്പോൾ ആ കയറ്റം ഞാൻ സെറ്റ് ചെയ്യാണ്. കേക്ക് ഇങ്ങനെ വെട്ടി സെറ്റാക്കുകയാണ് കയറ്റം.
അപ്പോൾ നമ്മൾ കാറ് കയറാനുള്ള വഴിയാണ് ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വഴി വെട്ടിയെടുക്കാൻ കുറച്ച് സമയമൊക്കെ എടുക്കും. അപ്പോൾ ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പം എൻ്റെ സിസ്റ്ററൊക്കെ എന്നെ കളിയാക്കുന്നുണ്ട്. ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ഒറ്റയ്ക്ക് തന്നെയാണ് വഴി വെട്ടുന്നത്. നടക്കുമോ എന്നറിയാം, നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടുമോ എന്ന് നോക്കാം. ചെക്കൻ എന്നോട് പറഞ്ഞത് അവന് മൈക്കിൾ ജാക്സൻ്റെ കേക്ക് വേണമെന്നാണ്. അതും തലേന്നൊക്കെ വിളിച്ചാണ് ഈ പറയുന്നത്. നമ്മൾ എവിടെ പോയി അതിൻ്റെ ടോപ്പേഴ്സൊക്കെ ഒപ്പിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു അത് നടക്കില്ല, ഈ മൈക്കിൾ ജാക്സനൊക്കെ വേണമെങ്കിൽ നേരത്തെ പറയണം. അപ്പോൾ ഞാനൊരു കേക്ക് നിനക്ക് സെറ്റ് ചെയ്ത് തരാം, അതുകൊണ്ട് നീ ഓക്കെ പറയണമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു ശരി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബോയ്സിന് എന്തായാലും കാറും ബൈക്കും ഒക്കെ ഇഷ്ടമാണല്ലോ. അപ്പം ഞാൻ വെച്ച് കാറിൻ്റെ ഒരു കേക്ക് ഉണ്ടാക്കാം. അങ്ങനെയാണ് ലാസ്റ്റിൽ ഈ കേക്കിലേക്ക് വരുന്നത്. നമുക്ക് വീണ്ടും നോക്കാം എങ്ങനെ കേക്ക് കിട്ടുമെന്ന്. ഇപ്പം നമ്മുടെ കേക്ക് ഇങ്ങനെയാണ് കിട്ടിയേക്കുന്നത്. ഇനി ഒരു വൈറ്റും കൊണ്ട് ഒരു ഔട്ട്ലൈൻ വരയ്ക്കുകയാണ്. ഇനി നമുക്ക് ഡിസൈനിങ്ങിലേക്ക് കടക്കാം കേക്കിൻ്റെ. ഇത്രയും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ വഴിയുണ്ടല്ലോ, ആ വഴിക്ക് ഞാൻ വെച്ചൊരു പെയിൽ യെല്ലോ കളർ കൊടുക്കാം. അങ്ങനെ വഴി മൊത്തം അങ്ങനെ സെറ്റ് ചെയ്തിടാമെന്ന് വെച്ചു. അങ്ങനെ നമ്മളുടെ വഴിയൊക്കെ നമ്മൾ ഇൻ്റർലോക്ക് ചെയ്ത് ഗൈസ്. ഇനി നമുക്ക് കുറച്ച് പുല്ല് നടാം. ഇത് പുല്ല് നടുന്നതാണ് കേട്ടോ. അത് ഫുള്ളിപ്പം പുല്ല് നടും ഞാൻ. അപ്പോൾ ഫുള്ള് നമ്മൾ പുല്ല് നട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ കേക്കിൻ്റെ ഒരു ലുക്ക്. ഇപ്പം കേക്ക് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മളുടെ താരമുണ്ട്, നമ്മളുടെ കാറ്. ഇതാണ് നമ്മളുടെ കാറ്. ഇനി കാർ ഇത് ഫിറ്റ് ചെയ്ത് വെക്കണം. ഇത് ഇവിടെ വെക്കണോ കുറച്ച് താഴെ വെക്കണോ എന്നുള്ള ഡൗട്ടിലാണ് ഞാൻ. പിന്നെ ടോപ്പറും ക്യാൻഡിലും ഒക്കെ വെച്ചു. ഇനിയിപ്പോൾ പേരെഴുതണം. അതിന് മുന്നേ ആ കാറ് കുറച്ച് താഴോട്ട് വെക്കുന്നതായിരിക്കും നല്ലതെന്ന് എല്ലാവരും പറഞ്ഞു. പിന്നെ എനിക്കും തോന്നി അങ്ങനെ വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കയറ്റത്തോട്ട് കയറി പോകുന്ന കാറ് അതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ അങ്ങനെ വെച്ചു. അങ്ങനെ വെച്ചപ്പോൾ കേക്ക് കുറച്ചുകൂടെ സെറ്റായിട്ടുണ്ട്, കുറച്ചുകൂടെ ഭംഗിയായി. ഇനി നമുക്ക് പേരോട് എഴുതിയാൽ മതി. നമ്മളെ കേക്ക് സെറ്റായിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ചെക്കനെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ പറഞ്ഞത് മൈക്കിൾ ജാക്സൻ്റെ കേക്കാണ്, ഇത് ഇഷ്ടപ്പെടുമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ കേക്ക് ഒന്ന് കാണിച്ച് നോക്കട്ടെ കേട്ടോ. അവൻ്റെ എക്സൈറ്റ്മെൻറ്റ് കണ്ടില്ല, അവന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു വ്ളോഗ് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അതിന് മുന്നേ ഹാപ്പി ബർത്ത്ഡേ മോനൂട്ടാ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ദിസ് നിധി സൈനിങ് ഓഫ്. ടേക്ക് കെയർ ആൻഡ് ബൈ.